മൂക്കിന്റെ അടിയിൽ പോയിട്ട് വിരൽ വെച്ച് നോക്കണ്ടായിരുന്നു. നിങ്ങൾ അറിയിക്കണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത്. അച്ഛനിങ്ങനെ കരഞ്ഞിട്ട് ആമീനെ തൊടുന്ന ഒരു എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആമീനെ പിടിച്ച് പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആമിയുടെ ബർത്ത്ഡേക്ക്, ആമിയുടെ 2ാം ജന്മമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അടിയിൽ ആയിട്ടും എനിക്ക് പേഴ്സണലായിട്ടും കുറെ മെസ്സേജസ് വന്നായിരുന്നു, എന്താ പറ്റിയേ ആമിക്ക് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പൊ കുറെ പേർക്കൊക്കെ ഞാൻ പേഴ്സണലി റിപ്ലൈ കൊടുത്തായിരുന്നു. അതിങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. പക്ഷെ ഇങ്ങനെ ചോദ്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കരുതി ആദ്യം എന്താണ് ആ ദിവസം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. മാത്രമല്ല പുതിയ അമ്മമാർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന മണ്ടത്തരങ്ങൾ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യണം. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു അവയർനെസ് പോലെയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ. ഞാനിപ്പോ അതേ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളൂ. വേറെ അതിന് വേണ്ടി പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണ് അന്ന് ഉണ്ടായെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ആമിക്കൊരു 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാട്ടോ. ഒരു 1.25 വയസ്സ് ആ ഒരു പ്രായത്തിലാണേ. അപ്പൊ ആമി പണ്ട് തൊട്ടേ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാ, നല്ല വാശിയുള്ള ആളായിരുന്നു. ഒരു 6 മാസം വരെ രാത്രി ഒന്നും ഉറക്കത്തേ ഇല്ലായിരുന്നു. അതുമാതിരി കിടന്ന് കരയും. ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഒരു കോർണറിലേക്ക് നോക്കി കരയില്ലേ പിള്ളേർ, നമുക്ക് പേടിയോ എന്താ അവിടെ വല്ലവരും ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുമാതിരി വാശിയുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലത്തെ ആദ്യത്തെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ കൂടുതൽ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഏജ് ഞാൻ പറയേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നു. അതും കൂടി ഞാൻ പറയാണ്. അപ്പൊ ഞാൻ 19 വയസ്സിലാണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആമി ഉണ്ടാവുമ്പോൾ എനിക്ക് 20 വയസ്സ് പ്രായം. അപ്പോൾ എന്തോ അവരുടെ ഒരു ചിന്തിക്കുന്ന കുട്ടീനെ നന്നായി കെയർ ചെയ്യണമെന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊരു ഫ്രീ അല്ല ഞാൻ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചിരുന്ന കേട്ടോ അന്ന്. അത് ആ ഒരു ഏജിന്റെ ആണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ പലരും ആ 20 വയസ്സിൽ മെച്യൂരിറ്റി കാണിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ലായിരുന്നു. പിന്നെ അപ്സേട്ട് അന്ന് ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ എൻ്റെ വീട്ടിലാവുമ്പോ അമ്മ ഉണ്ടാവും. അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കും. പക്ഷെ അവിടെ ആവുമ്പോ ഞാനും ആമി മാത്രമേ ഉള്ളൂ റൂമില്. അപ്പൊ തൊട്ടിലിന്റെ വള്ളിയും പിടിച്ച് കിടക്കും. ഇങ്ങനെ വലിച്ച് ആട്ടി കിടക്കും. അപ്പൊ ഉറക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പൊ ആ ഒരു 1.25 വയസ്സില് ഞാൻ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അങ്ങനെ മാസത്തിൽ ഒരാഴ്ച അവിടെ വീട്ടിൽ പോയി നിൽക്കായിരുന്നു. ആ ഒരു സമയത്താണ് കേട്ടോ ഇത് ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ എൻ്റെ കസിൻ ചേച്ചിയും ചേട്ടനും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആമി ഒന്ന് വയറ് നിറച്ച് കുടിച്ചു. അവൾക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നടക്കായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് അവൾക്ക് സോളിഡ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രായമാണല്ലോ 1.25 വയസ്സെന്നൊക്കെ പറയുമ്പോ. അപ്പൊ പഴം പുഴുങ്ങിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുക്കൂലോ. ഇപ്പൊ കൊടുക്കാറുണ്ടോന്ന് അറിഞ്ഞൂടാട്ടോ മക്കൾക്ക്. അന്നൊക്കെ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിലുള്ള ഒരു ഐറ്റായിരുന്നു അത്. അപ്പൊ വൈകുന്നേരങ്ങൾക്ക് അവർക്ക് അതാ കൊടുക്കാറ്. അപ്പൊ കാലുമ കെടുത്തി കൊടുക്കില്ലേ, നമ്മള് കാല് നീട്ടി വെച്ചിട്ട് മടിയിൽ ഇങ്ങനെ കെടുത്തിയിട്ട് കൊടുക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറ്. അപ്പൊ അന്ന് ഇവൾക്ക് അപ്പൊ അവിടെ അച്ഛനും അച്ഛമ്മയും എൻ്റെ അച്ഛമ്മ എൻ്റെ അനിയത്തി എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഒരു ഹാളിലാണ് ഞാൻ ഫുഡ് കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ഫസ്റ്റ് സ്പൂണ് കൊടുക്കല്ല, വാശി പിടിക്കുന്നുണ്ട് അവള്. അപ്പൊ നിർബന്ധിച്ചാണ് അന്ന് ഫുഡ് കൊടുക്കുന്നത്. സംഭവം അന്ന് നിർബന്ധിച്ചിട്ട് എന്നെ കൊടുത്ത അവൾക്ക് വേണ്ട. അവള് എപ്പോഴും ഫുഡ് കഴിക്കാൻ മടിയുള്ള ആൾ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് സ്പൂണ് കൊടുത്ത വഴിക്ക് ഇവള് തല മേപ്പോട്ടാക്കി. തല മേപ്പോട്ടാക്കിയിട്ട് ഇവളെ നീങ്ങിയിട്ടില്ല. ഇവള് കണ്ണ് തുറന്ന് ശ്വാസമില്ല. അപ്പൊ പേടിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ ആമി അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനും ഉണ്ട്. അപ്പൊ എല്ലാവരും പാനിക്കായി. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മള് ആ സമയത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോ എന്നെങ്ങാണ്ടാവുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ അന്ന് ആ സമയത്തായിരുന്നു ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ നടക്കുന്ന ഒരു ടൈം. അപ്പൊ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ അമത്തി പിടിച്ചിട്ട് ഇങ്ങനെ തട്ടണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് അത് ഉണ്ടായ വഴിക്ക് അപ്പൊ തന്നെ കമത്തി കാലിങ്ങനെ മുകളിലേക്കാക്കി ഇവിടെ പുറത്തൊക്കെ തട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ ഒരു മാറ്റമില്ല.
എനക്കല്ലേ കുട്ടിക്ക് കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണിന് ചലനമൊന്നുമില്ല കേട്ടോ, സ്റ്റക്കായിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന അവിടെ കുറിയില് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ ഡോക്ടർ ഞാൻ വിളിക്കുന്നുണ്ട്, കൈയൊന്നും എനങ്ങുന്നില്ല കേട്ടോ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയും ഫോൺ എടുത്ത് കൈയൊക്കെ വിറച്ചിട്ടും എങ്ങനെയും ഞാൻ വിളിച്ചു. പക്ഷെ എനിക്ക് കോള് കണക്ട് ചെയ്യല് കിട്ടിയില്ല ഡോക്ടർ. അപ്പൊ എന്ത് ചെയ്യാ, ഡോക്ടർ അടുത്ത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതല്ലേ. ഞാനൊക്കെ അവിടെ ഇരുന്നു. അച്ഛൻ എല്ലാവരുടെ സിറ്റുവേഷൻ എനിക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അതെന്താണ്, ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ, നമ്മൾ ആ സമയത്ത് എന്നെ തന്നെ പഴി പറയുള്ളൂ, ഞാൻ എന്തിനാ കൊടുത്തേന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. അപ്പൊ ഇവിടെ അയൽപ്പക്കാരൊക്കെ ഓടി വന്നു, ആകെ സീനായി അവിടെ. എന്നിട്ട് വണ്ടി എടുക്കണല്ലോ, വീട്ടില് കാറുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി എടുക്കണം, അച്ഛന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ വിറച്ചിട്ട്. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ സെലീനേച്ചും ജോയേട്ടൻ നാട്ടിലുള്ള ടൈമായിരുന്നു തോന്നുന്നു. ജോയേട്ടൻ നാട്ടിലുണ്ട്. അപ്പൊ ജോയേട്ടൻ വണ്ടി എടുത്തു. അപ്പൊ അച്ഛനൊന്ന് നമ്മള് അപ്പൊ തന്നെ ഷർട്ടും തൊട്ടൊന്നുമില്ല, വേഗം കുട്ടീനെ കയറ്റി. അപ്പൊ ഞാൻ സെലീനേച്ചിന്റെ കയ്യിലാണ് ആമി ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, എന്താ കണ്ണ് തുറക്കാത്തല്ല ശ്വാസം വലിക്കാത്ത. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂക്കിന്റെ അടിയിൽ പോയിട്ട് വിരല് വെച്ച് നോക്കണ്ടായിരുന്നു, പക്ഷെ എനക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നേരെ അന്ന് എന്തുകൊണ്ടോ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റോട്ടില്. എന്നിട്ട് ജൂബിലിയില് കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ അന്ന് കിലുക്ക പാദസരം ഇട്ട് നടക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, നല്ല കിലുക്കുള്ള പാദസരം. അപ്പൊ അതൊക്കെ അതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അവരത് കൂരി നമുക്ക് തന്നു, അവരുടെ ഡ്രസ്സൊക്കെ കൂരി കൊണ്ടുവന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവരെന്തുണ്ടായേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കാര്യം പറഞ്ഞു. നമ്മള് കാഷ്വാലിറ്റിയുടെ ആ ഒരു സെക്ഷനിൽ നിന്ന് ഞങ്ങളൊക്കെ എന്നെ അമ്മേനൊക്കെ മാറ്റിയിരുത്തിയായിരുന്നു അങ്ങോട്ട്. അപ്പൊ അച്ഛനൊക്കെയാണ് അവിടെ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അറിയുന്നത്. അപ്പൊ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആമീൻ ICUലേക്ക് മാറ്റി പിന്നെയാണ് ഞാനതൊക്കെ അറിഞ്ഞത്. അപ്പൊ ഒരു ലേഡി ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞു എന്റെ അച്ഛൻ്റെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ അന്ന് വല്ല അറ്റാക്ക് വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതന്ന് വന്നിണ്ടാവും. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, കുട്ടിയുടെ അച്ഛനെ എവിടെയാ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുട്ടി ചെറുതായിട്ട് ശ്വാസമൊക്കെ വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു സ്പൂൺ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സ്പൂൺ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒബ്സർവേഷൻ ആവശ്യമാണ് 24 മണിക്കൂർ. ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സ്റ്റേബിൾ ആണ് ആള്, വലിയ പ്രശ്നമില്ല, എങ്കിലും ഒബ്സർവേഷനിൽ കിടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറന്റ് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പിന്നീടാണ് അതൊക്കെ അറിഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കുറച്ചൊന്നല്ല, അത്യാവശ്യം നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ ആമീൻ അങ്ങനെ കൊണ്ടുപോയിട്ട് കാണാൻ പറ്റുന്നില്ല, ഒരു കൊണ്ട് കയറ്റി കാണിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അവള് കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ മയക്കത്തിൽ കിടക്കായിരുന്നു. അപ്പൊ നേരെ ക്രിട്ടിക്കൽ ICUന്റെ സെക്ഷനിലേക്കാണ് അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളാകെ അപ്പോഴും പാനിക് തന്നെ. കാരണം എന്താണ് ഇവര് നമ്മളിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോന്നൊന്നും അറിയില്ലല്ലോ നമുക്കപ്പോ. അങ്ങനെ എന്റെ പാപ്പന്റെ സ്റ്റുഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ ചോദിക്കലും നഴ്സുമാർ പരിചയമുള്ളവരൊക്കെ അവരൊക്കെ ആയിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് നേരിട്ട് സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ കുഴപ്പമില്ല, ഫുഡ് എടുത്തുണ്ട്, ഫുഡ് ചോക്കിംഗ് എന്നാണ് അന്ന് പറയാ. അന്ന് പറയല്ല, ആ ഒരു മെഡിക്കൽ വേർഡ് അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ആ ICUവിന്റെ മുന്നിലുള്ള ദിവസങ്ങളായിരുന്നു. അപ്പൊ ആമി അന്ന് പാല് കുടിക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കയറ്റിയായിരുന്നു, കാരണം പാല് കുടിക്കാൻ. അപ്പോഴും അവള് ഭയങ്കര വാശിയായിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് കരയന്നായിരുന്നു കേട്ടോ ICUവിന്റെ ഉള്ളില്. പിന്നെ കുറച്ച് കഴിയുമ്പോ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു നഴ്സുമാര്. അപ്പൊ അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവള് സ്റ്റേബിൾ ആയി. പക്ഷെ ഒരു കഫക്കെട്ടിന്റെ ഒരു പോലെ, നമുക്ക് ശ്വാസം വലിക്കുമ്പോ കഫക്കെട്ടിന്റെ ഒരു ഇത് വരില്ല, നമുക്കിങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അവളൊന്ന് ശ്വാസം വലിക്കുമ്പോ. താഴെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കോളിംഗ് ബെൽ അടിച്ചപ്പോ പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു കഫക്കെട്ടിന്റെ ഫീൽ അന്ന് ആമിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരമ്മയാണെങ്കിലും
നമുക്ക് അങ്ങനെ ഒരു അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. എന്താണ് അതിന്റെ മെഡിക്കൽ ടേംസ്, എന്താണ് അങ്ങനത്തെ ഒന്നും സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അങ്ങനത്തെ ഒരു ചിന്ത ആ ഒരു പ്രായത്തിൽ എനിക്ക് ഓടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊക്കെ എനിക്ക് അത് ആലോചിക്കുമ്പോൾ വിഷമുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നൊക്കെ എടുത്തിരുന്ന ICU എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ICU ആയിരുന്നു. മരിക്കാൻ പോകുന്ന ആൾക്കാർ കിടന്നിരുന്ന ഒരു ICU ആയിരുന്നു. ഞാൻ ആമീനെ പാല് കൊടുക്കാൻ വേണ്ടി ICUന്റെ ഉള്ളിൽ കയറുമ്പോ എന്നെ തൊട്ടപ്പുറത്ത് വെന്റിലേറ്ററിൽ ഒരു പയ്യൻ തെങ്ങും റോട്ടിൽ കൂടെ പോകുമ്പോ തെങ്ങ് വീണിട്ട് മൊത്തം ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ അവരെ അമ്മ പുറത്തിരുന്ന് മാതാവിനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒരു പ്രായമായ ഒരു അപ്പാപ്പൻ മരിക്കാൻ കിടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ICUവിന് മുന്നിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലൊന്ന് ഉരുക്കി. അപ്പൊ നമ്മളെന്താ ചിന്തിക്കുക, ആമീനെ അവിടേക്ക് എടുത്തിരിക്കുന്ന എന്തെങ്കിലും വേറെ ഉണ്ടാവോ, നമ്മുടെ അടുത്ത് പറയാനാണോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കൂടെ അതൊക്കെ ചിന്തിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കുറുക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ചേച്ചി കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ട് അങ്ങനെ കുറുക്കൊക്കെ നഴ്സുമാരെന്നെ ഫീഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛനോ അമ്മയോ, അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കണ്ടായിരുന്നു അന്ന് ആശുപത്രിയില്. അച്ഛനോ അമ്മയോ ആരും ആമീനെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഇവിടെ നിന്ന് ഒന്ന് മാറ്റാൻ പറ്റുമോ, ഇവിടെ മൊത്തത്തിലൊരു ആകെ ഒരു നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയാൽ മതിയായിരിക്കും മനസ്സിലാവാനായിട്ട്. അതുമാതിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ നമ്മളിങ്ങനെ ഡോക്ടർ വരുമ്പോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, അയ്യോ എന്താ പറയണേ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാർ കിടക്കുന്ന ICU. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ അടുത്ത്, ഡോക്ടർ ഒന്ന് വേറെ ഒന്ന് ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടികളുടെ ICUവിലേക്ക് മാറ്റാം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അബ്ചേട്ടൻ അമ്മ വന്ന ദിവസമായിരുന്നേ. അപ്പൊ അമ്മ വന്നപ്പോ എൻ്റെ അബ്ചേട്ടൻ്റെ അമ്മയ്ക്ക് ചായ മേടിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനെ വിട്ടു. അപ്പൊ ആ ചായ മേടിക്കാൻ പോയ ഒരു ഗ്യാപ്പില് ആമീനെ ഈ ICUന്ന് മാറ്റി കുട്ടികളുടെ ICUവിലേക്ക് നമ്മുടെ ഇതില് മാറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ എൻ്റെ അച്ഛൻ അന്ന് ആമീനെ കണ്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയപ്പോ ആമി അച്ഛനിങ്ങനെ അവളെ അതുമാതിരി ഓമനിച്ചത് ആലോചിച്ച് കൊണ്ടുപോകണം നടക്കണതാ. അപ്പൊ അവളെ അങ്ങനത്തെ ഒരു കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നിൽക്കണ സിറ്റുവേഷനിൽ കണ്ടിട്ട് ആ കുട്ടീനൊന്നും നോർമലായിട്ട് കാണാനായിട്ട് എൻ്റെ അച്ഛന് പറ്റിയില്ല. അച്ഛൻ എന്നിട്ട് എനിക്ക് ആ ചില സീനുകള് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കും പറയില്ലേ, അങ്ങനെ ഒരു സീനുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് അന്നിട്ടാ. അപ്പൊ അതെന്താ എന്നിട്ട് ICUവില് വേറെ ഇതിലേക്ക് മാറ്റുമ്പോ വേറെ ബിൽഡിംഗ് ആണ്. അപ്പൊ വേറെ ബിൽഡിങ്ങിലേക്ക് മാറ്റാണ്. അപ്പൊ ഇതിൽ കിടത്തിയിട്ട് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആമീനെ ലിഫ്റ്റിൽ കയറ്റുന്നു. അപ്പൊ അച്ഛന് ലിഫ്റ്റിൽ കയറാനുള്ള സ്ഥലമില്ല. അപ്പൊ അച്ഛൻ ഇപ്പൊ സിനിമകളിലൊക്കെ കാണുന്നില്ല, ശരിക്കും അതുപോലെ എനിക്ക് അന്നത്തെ ദിവസമായിരുന്നു. അപ്പൊ അച്ഛന് അന്ന് കയറാൻ പറ്റിയില്ല. എന്നിട്ട് അച്ഛൻ അടുത്തതെടുത്തിട്ട് ഓടിക്കതച്ച് വരുമ്പോഴേക്കും ICUവിന്റെ ഉള്ളിൽ കയറ്റി. അയ്യോ, ICUവിന്റെ ഉള്ളിൽ കയറ്റി അച്ഛനൊന്ന് തൊടാനോ ആമീനൊന്നും ശരിക്കും കാണാനോ പറ്റിയില്ല. അപ്പൊ എനിക്കറിയാം ആ വിഷമം എന്താന്ന്. അപ്പൊ അച്ഛൻ ഫോണിൽ വിളിക്കുമ്പോ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് കുട്ടീനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അതിനെ എന്ന് പറഞ്ഞു പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ കുട്ടികളുടെ ICUവിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ ആമിക്ക് അപ്പൊ പ്രശ്നമൊന്നുമില്ല, അവള് കളിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ ആയിട്ടായിരുന്നു. അപ്പൊ എന്നെ കയറ്റി കുട്ടികളുടെ ICUവില് ഒരാൾക്ക് ഒരു ആരെങ്കിലും ഒരാൾ നിക്കണം എന്നാണ്. അപ്പൊ എന്നെ കയറ്റി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു കുട്ടീനെ വെച്ച് കിടക്കുമ്പോ അവളാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ, വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഡോക്ടർ കാണാൻ വന്നു, കുട്ടികളുടെ ഡോക്ടർ ഇവരുടെ ICUവിലേക്ക് കാണാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ റൂമിലേക്ക് എന്തെങ്കിലും മാറ്റാനുള്ള വഴിയുണ്ട്, അവൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വീട്ടിലെല്ലാവരും അങ്ങനെ കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഞാൻ അങ്ങോട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഞാൻ മറ്റു ഡോക്ടറെ അടുത്ത് കൂടെ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പോയിട്ടോ. പിന്നെ അതിന്റെ ഇടയില് ചില്ലിന്റെ ഉള്ളിൽ കൂടെ കാണിച്ചു കൊടുക്കില്ലേ, വിസിറ്റേഴ്സ് ടൈം എന്ന് പറഞ്ഞിട്ട് ICU ആയിക്കൊണ്ട് ഉള്ളിലേക്ക് കയറ്റിയില്ല, പക്ഷെ ചില്ലിന്റെ ഉള്ളിൽ കൂടെ കർട്ടൻ മാറ്റി കാണിച്ചു കൊടുക്കില്ലേ, അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു അവിടെ. ഒരു 4 മണി ഒരു സമയമായിരുന്നു തോന്നുന്നു. അയ്യോ, ആ സീൻ എനിക്ക് കണ്ണടച്ച് ഇപ്പോഴും എന്റെ കണ്ണിൽ കാണാം. എൻ്റെ അച്ഛൻ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ വെക്കുക ആമീനെ എടുത്തി. അച്ഛൻ കരയുടെ അച്ഛൻ ഇങ്ങനെ കരയുടെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനിങ്ങനെ കരഞ്ഞിട്ട് ആമീനെ തൊടുന്ന ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആമീനെ പിടിച്ച് പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മാറ്റാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ റൂമൊന്നുമില്ല. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നഴ്സുമാരെ സംസാരിച്ച റൂമൊന്നുമില്ല, ജൂബിലിയിലാണ്, അവിടെ റൂം കിട്ടാൻ ഭയങ്കര പാടാ, വാർഡില് സ്ഥലം ഉണ്ടോന്ന് നോക്കാം, റൂമൊന്നും അവൈലബിൾ അല്ല, മാറ്റാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനായി. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് അച്ഛൻ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയായിരുന്നു. ഞങ്ങൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് ഞാൻ അച്ഛനെ എങ്ങനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വാർഡിലേക്ക് മാറ്റി ഇങ്ങോട്ട് വായോ എന്ന് പറയുമ്പോഴോ ആ ഒരു കോറിഡോർ ഉണ്ടല്ലോ, ആ കോറിഡോറിന്റെ ഈ അച്ഛത്തെ ഞാൻ നിൽക്കാൻ ആമീനെ പിടിച്ചിട്ട് അച്ഛൻ ആ അച്ഛത്തൊന്ന് ഓടി വന്നു, ആമീനെ എന്നിട്ട് തുമ്മ കൊടുത്തു. അയ്യോ, അങ്ങനെ ആമി എന്താ പറയാ ലൈഫിലോട്ട് തിരിച്ചു വന്നൊരു ഇൻസിഡന്റ് ആണ് വന്ന്. ആമി അന്ന് നടന്ന് തുടങ്ങിയതായിരുന്നു, പിച്ച വെച്ച് ശരിക്കും അവള് നടന്ന് സ്റ്റേബിളായി നടന്ന് തുടങ്ങിയതാ. പക്ഷെ ഈ ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ അവള് ബോഡി വീണ്ടും വീക്കായില്ലോ, പിന്നെ അവള് നടക്കാൻ മറന്നു, പിന്നെ വീണ്ടും ആദ്യം തൊട്ടിട്ട് നടന്നത് അന്ന് വീടാൻ പോവായിരുന്നു, പിന്നെ അവൾ ആദ്യം തൊട്ട് നടക്കാൻ ചെയ്തന്ന്. പിന്നെ ഒരു 3-4 ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് കഫക്കെട്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മെഡിസിൻ ആന്റിബയോട്ടിക് ഒക്കെ പിന്നെ അന്ന് കഴിച്ചായിരുന്നു. പിന്നെ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യണം, കാരണം എന്തെങ്കിലും ഫുഡിന്റെ അവശിഷ്ടം ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ ഒന്നും കൂടി ചെക്കിങ്ങിന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂബിലിയിൽ തന്നെ. എന്നിട്ട് ഞങ്ങൾ അതിന് പോയായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അങ്ങനെ പിന്നീട് അവൾക്ക് അങ്ങനെ ഒരു കഫക്കെട്ടോ കാര്യങ്ങളൊന്നും ഇതിനോട് തുടർന്ന് വന്നിട്ടില്ല. അല്ലാതെ വരുന്ന കഫക്കെട്ടുകളൊക്കെ വരുമല്ലോ കുട്ടികൾക്ക്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിച്ച് അവിടുന്ന് അസുഖം മാറി പിന്നെ അവൾക്ക് അത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ, നിങ്ങൾ പരമാവധി ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ എല്ലാവരും എന്നെ പോലെ ആണെന്നില്ല, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ആ ഒരു ഏജ് ഒന്നും കല്യാണം കഴിക്കേണ്ട പ്രായമല്ല. ഫസ്റ്റ്ലി അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്രല്ല, മക്കളെ വെറുതെ ഫുഡ് നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അത് പിന്നെ നിർബന്ധിച്ച് കൊടുക്കണത് ഞാൻ നിർത്തിച്ചു കേട്ടോ. പിന്നെ ഞാൻ അത് ആദ്യക്കായാലും ഈ ഒരു പ്രായത്തിലൊക്കെ ഞാൻ എന്തിനാ അങ്ങനെ കൊടുത്തു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചിരുന്നേ. അവളെ നേരം പാല് കുടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ എന്നെ ഉറക്കില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ വാശി ഭയങ്കര സൗണ്ടിൽ അവള് കരയുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്തൊട്ടാ വെച്ചാൽ, വയറ് നിറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം അവൾക്ക് വിശക്കില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാ ഞാൻ നിർബന്ധിച്ച് ഫുഡ് കൊടുത്തു വിടുന്നോട്ടെ. ശരിക്കും പറഞ്ഞാൽ കുത്തിക്കയറ്റാന്നൊക്കെ പറയില്ലേ, അതന്നെ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അമ്മയ്ക്ക്. ശരിക്കും ശ്വാസം നിലച്ചോടത്തുനിന്നാണ് പിന്നീട് അവള് ശ്വാസം വലിച്ചു തുടങ്ങിയത്. ശരിക്കും അതാണ് ഞാൻ 2ാം ജന്മം എന്ന് പറഞ്ഞത് കേട്ടോ. അന്നാണെങ്കിൽ അബ്ചേട്ടൻ നാട്ടിലില്ല, അബ്ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അബ്ചേട്ടൻ വിളിക്കാറുള്ളതാ വൈകുന്നേരം. അബ്ചേട്ടൻ വിളിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ട് ഉറക്കില്ല ഞാൻ, അതുമാതിരിയുള്ള ഞാനാണ് കേട്ടോ. അപ്പൊ ആമിക്ക് അന്ന് ഇത്രയും വയസ്സെന്ന് പറഞ്ഞാൽ അത്രയും ദിവസം ഒരു ദിവസം പോലും രാത്രി വിളിക്കാണ്ടിരുന്നിട്ടില്ലേ. പക്ഷെ അന്ന് അബ്ചേട്ടൻ വിളിച്ചില്ല. അബ്ചേട്ടൻ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യായിരുന്നു അന്ന്. ആള് നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ചേട്ടൻ രാത്രി ഇതൊന്നും ഉണ്ടായത് അറിഞ്ഞിട്ടില്ല, ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവിടെയുള്ള അബ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ ഒരു കസിൻ ഞങ്ങളുടെ അവിടെ നാട്ടിലുണ്ട്. അപ്പൊ അവൻ അറിഞ്ഞിട്ട് അബ്ചേട്ടൻ്റെ അവിടുത്തെ ഫ്രണ്ട് അബ്ചേട്ടനെ വിളിച്ചു ചോദിച്ചു, ഡാ മോളുടെ എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ അബ്ചേട്ടൻ പറഞ്ഞു, മോൾക്ക് എന്താ പറ്റിയേ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ. അപ്പൊ ആള് ആദ്യം ഞെട്ടി, അയ്യോ ഞാൻ മുന്നേ എടുത്തിട്ട് ഞാനാണോ പറയണേ, പുലിവാലായോ എന്ന് വിചാരിച്ചു ആള്. എന്നിട്ടാണ് അബ്ചേട്ടൻ നാട്ടിലേക്ക് വിളിച്ചേട്ടോ. അന്നാണ് പിറ്റേ ദിവസം കാലത്താണ് അബ്ചേട്ടൻ ഈ സംഭവ വികാസങ്ങളെല്ലാം അറിയണത്. അതുവരെ അബ്ചേട്ടൻ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയുള്ള അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കുറെ പേര് ചോദിച്ചപ്പോ പിന്നെ എനിക്ക് തോന്നി, ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ അങ്ങനെ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ എന്റെ അനിയത്തി ഇപ്പൊ അവരൊന്നും അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത് എന്റെ പ്രായത്തിന്റെ തെറ്റായിട്ട് എന്നെ കരുതുന്നേ. പിന്നെ ദൈവം രക്ഷിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടാ വന്ന് റോട്ടിലൊന്നും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. മാത്രല്ല ദൈവം രക്ഷിച്ചുല്ലോ.
അപ്പൊ അതാ ഞാൻ പറഞ്ഞ ആമിയുടെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും എനിക്ക് ബർത്ത്ഡേ കഴിയണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ആമി എന്തൊരു അച്ചീവ്മെന്റ് അവളെ ലൈഫിൽ നേടിട്ടെങ്കിലും അത് ദൈവത്തിന്റെ ഒരു കൈ അതിലുണ്ടെന്ന് തന്നെ ഞാൻ കരുതുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഞാനിങ്ങനെ സ്ക്രീനിൽ ക്യാമറയ്ക്ക് നോക്കി വ്ളോഗ് എടുക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ, പുതിയ പാരന്റ്സ് ഇങ്ങനെ വല്ലവരും ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇത് ആർക്കും ഒറ്റ മക്കൾക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണില്ലേ, തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നൊക്കെ. ഭയങ്കര അപകടമാണ്. കാലുമ കെടുത്തി കൊടുക്കുന്നത് അപകടമാണ്. കാലുമ കെടുത്തി കൊടുക്കണ്ടെങ്കിലും തലയൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ബായ്.